1 മാർക്കിന് A+ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന A+ലേക്കും എക്സലന്റ് അവാർഡ് കിട്ടുന്നതിലേക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്നില്ല. അല്ല, ഇത് കുട്ടികളിൽ മാത്രമല്ല കേട്ടോ. അത് നമ്മൾ ഈ parents ന്റെ ആത്മഹത്യ എന്നുള്ള പ്രവണത ഇപ്പൊ നിങ്ങൾ നോക്കും, 10 കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന കടം കയറിയിട്ടോ അങ്ങനത്തെ ക്രൈസ് ഉള്ളവരാണ്. എടുത്ത് പരിശോധിച്ചോളൂ, ഒരു കഴിഞ്ഞൊരു 5 കൊല്ലമായിട്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവരൊന്നും അല്ല ഇവിടെ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളവരൊന്നും അല്ല. നമ്മൾ വെളിയിൽ നോക്കുമ്പം ഫിനാൻഷ്യലി ഒക്കെ സൗണ്ട് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാത്ത ആൾക്കാരാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നത്. അത് കുട്ടികളിലും വലിയവരിലും ഈ വലിയൊരു പ്രശ്നമാണ് ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ളത്. ഇത് ഫിസിക്കലി ആൻഡ് മെന്റലി. ഇപ്പൊ നമ്മൾ പണ്ടൊരു കഥയില്ലേ, അതായത് ഒരു വള്ളക്കാരനും ഒരു പണ്ഡിതനും കൂടെ വള്ളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണ്ഡിതൻ ഈ വള്ളത്തിൽ കയറിയപ്പോൾ തൊട്ട് ഈ വള്ളക്കാരനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഭഗവത്ഗീത അറിയാവോ, നിനക്ക് ഭാഗവത് അറിയാവോ, നിനക്ക് വേദം അറിയാവോ, ഒന്നും ഈ വള്ളക്കാരനെ ഇയാൾ അപമാനിച്ച് പുഴയുടെ നടുക്കെത്തിയപ്പം ഇയാൾ തിരിച്ചു, നിനക്ക് നീന്താൻ അറിയാവോന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിർത്തി, ഞാൻ പോവാന്ന് പറഞ്ഞ് വള്ളക്കാരൻ ഇട്ടിട്ട് പോകുന്നൊരു തമാശക്കാണ്. ഇത് ക്രൈസിസ് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്.